മൈ സ്കൂട്ടർ വേൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിൽ എല്ലാ വ്യൂസിനും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും അധികം ഫീച്ചേഴ്സ് ലോഡ് ചെയ്തിട്ട് നമ്മുടെ കേരളത്തിലുള്ള 5 സ്കൂട്ടേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ 5ാം സ്ഥാനത്ത് വരുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സുസുക്കിയുടെ ആക്സസ് എന്ന് പറയുന്ന സ്കൂട്ടറാണ്. ആക്സസ് 125 ആണ് ഈ ഫീച്ചേഴ്സ് ലോഡറിൽ ഏറ്റവും ബാക്ക് സൈഡിൽ വരുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ വാഹനം ഫുള്ളി ലോഡറാണ്. നമുക്ക് ഫുൾ HID ഹെഡ്ലൈറ്റ്സ് വരുന്നുണ്ട്, ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് അവൈലബിൾ ആണ്. അതുകൂടാതെ ഫ്രണ്ടിൽ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് മെറ്റൽ ഫെൻഡേഴ്സ്, അതായത് മെറ്റൽ മഡ് ഗാർഡ്സ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ 12 ഇഞ്ച് അലോയ് വീൽസ് വരുന്നുണ്ട് വിത്ത് ട്യൂബ്ലെസ് ടയേഴ്സ് അവൈലബിൾ ആണ്. ഫ്രണ്ട് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ അവൈലബിൾ ആണ്. ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 160 mm ആണ്. വാഹനത്തിൻ്റെ ടോട്ടൽ വീൽ ബേസ് ഏകദേശം 1265 mm ആണ്. വാഹനത്തിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നത് 773 mm ആയതുകൊണ്ട് അത്യാവശ്യം പൊക്കം കുറഞ്ഞ ചേച്ചിമാർക്കും പെൺകുട്ടികൾക്കും സുഖമായിട്ട് വാഹനത്തിൽ പെട്ടെന്ന് കയറിയിരിക്കാവുന്നതാണ്. വാഹനത്തിൻ്റെ മീറ്റർ തന്നെയാണ് ഈ ഫീച്ചർ ലോഡർ സ്കൂട്ടേഴ്സിൽ നമുക്ക് എടുത്ത് പറയാവുന്ന മറ്റൊരു ഫീച്ചർ. വാഹനത്തിന് സ്മാർട്ട് കണക്ട് ഫീച്ചർ അവൈലബിൾ ആണ്. നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷനായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൾ SMS എല്ലാം നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള USB പോർട്ട് അവൈലബിൾ ആണ്. മൊബൈൽ ഫോൺ കീപ്പ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഗ്ലോ ബോക്സ് അവൈലബിൾ ആണ്. ബ്രൗൺ കളറുള്ള സീറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അണ്ടർ സീറ്റ് സ്റ്റോറേജ് 22 ലിറ്ററാണ്. ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 5 ലിറ്ററാണ്. നമ്മുടെ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത് 125 cc ആണെന്ന് എല്ലാവർക്കും അറിയാം. ടോപ്പ് സ്പീഡ് വരുന്നത് 90 km/h ആണ്. അതുകൂടാതെ വാഹനത്തിന് 8.7 bhp പവറും 10 Nm ടോർക്കും അവൈലബിൾ ആണ് നമ്മുടെ ഈ വണ്ടിയിൽ. ഈ വാഹനത്തിന് കിക്ക് സ്റ്റാർട്ട് അവൈലബിൾ ആണ്. അതായത് കിക്കർ ഓൾറെഡി വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ ടേൺ ഓഫ് ഫീച്ചർ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ മെയിൻ സ്റ്റാൻഡും വണ്ടിയിൽ ഓൾറെഡി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത് വെറും 103 കിലോ മാത്രമേ വണ്ടിക്ക് വെയിറ്റ് വരുന്നുള്ളൂ. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 160 mm ആണ്. എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലിംഗ് വരുന്ന ഈ വാഹനത്തിൻ്റെ റിയർ സൈഡ് ടെയിൽ ലൈറ്റ്സും ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ ഹാലജൻ ബൾബ് യൂസ് ചെയ്തിട്ടാണ്. ബാക്ക് സൈഡ് ടയർ വരുന്നത് 10 ഇഞ്ച് ട്യൂബ്ലെസ് ടയർ ആയിരിക്കും. ബാക്ക് സൈഡ് നമുക്ക് അലോയ് വീൽ അവൈലബിൾ ആണ്. കോമ്പി ബ്രേക്ക് സപ്പോർട്ട് അവൈലബിൾ ആണ്. 130 mm ഡ്രം ബ്രേക്സ് ആണ് ബാക്ക് സൈഡിൽ യൂസ് ചെയ്യുന്നത്. വാഹനത്തിൻ്റെ വിലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 1,01,20,000 ഇടയിലാണ് ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഏകദേശം 2006 തൊട്ട് നമ്മുടെ മാർക്കറ്റിലുള്ളൊരു വാഹനമാണ്. അത്യാവശ്യം ഒരു 1,01,10,000 1,15 റേഞ്ചിൽ നിങ്ങൾ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ ഫീച്ചേഴ്സ് തന്നെയും സൈലൻറ്റ് സ്റ്റാർട്ട്, മൊബൈൽ ഫോൺ കണക്ടിവിറ്റി, അതുകൂടാതെ പവർഫുൾ എഞ്ചിൻ, 55 km മൈലേജ് എല്ലാം തന്നെ നമുക്ക് ആക്സസിന് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് 4ാം സ്ഥാനത്ത് വരുന്ന ആ ഏറ്റവും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫ്യൂച്ചർ ലോഡർ ആയിട്ടുള്ള വാഹനം ഏതാണെന്ന് നോക്കാം. അതെ, 4ാം സ്ഥാനത്ത് വരുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള യമഹയുടെ ഫസീനോ എന്ന് പറഞ്ഞ സ്കൂട്ടറാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് വരുമ്പോൾ 125 cc ഹൈബ്രിഡ് ടെക്നോളജി യൂസ് ചെയ്യുന്ന ഈ വാഹനത്തിന് സൈലൻറ്റ് സ്റ്റാർട്ടും അതുപോലെ തന്നെ അവരുടെ ഒരു SMG മോട്ടർ അടക്കം പവർ ഏകദേശം നല്ലപോലെ നമുക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ ടോട്ടൽ വീൽ ബേസ് വരുന്നത് 1280 ആണ്. അതായത് ഈ സ്കൂട്ടർ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വീൽ ബേസ് കൂടിയൊരു വാഹനമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. യമഹയുടെ ഫസീനോ മോഡലാണ്. അതിൻ്റെ S എന്ന് പറയുമ്പോൾ ഒരു കുറച്ചുകൂടി ഫീച്ചർ ലോഡർ ആയിരിക്കും, കാണാൻ കുറച്ചുകൂടി ഭംഗിയുള്ള ഒരു മോഡലായിട്ട് മാറുകയാണ്. ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമ്മുടെ വണ്ടിയിൽ വരുന്നുണ്ട്. ഓൾറെഡി HID ഹെഡ്ലൈറ്റ്സ് അവൈലബിൾ ആണ്. സ്പ്ലിറ്റ് LED ലൈറ്റ്സ് അവൈലബിൾ ആണ്. ഫ്രണ്ട് സൈഡിൽ ഫെൻഡർ എല്ലാം തന്നെ ഫുൾ മെറ്റലാണ് നമുക്ക് വണ്ടിയിൽ ലഭിക്കുന്നത്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു ഡിസൈനാണ് പുതിയ മോഡൽ ഫസീനോയിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് സൈഡ് ടെലസ്കോപ്പിക് സസ്പെൻഷൻ അവൈലബിൾ ആണ്. ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. സിംഗിൾ പിസ്റ്റൺ യൂസ് ചെയ്തിട്ടുള്ള ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. UBS ബ്രേക്കിംഗ് സപ്പോർട്ട് അവൈലബിൾ ആണ്. ഫ്രണ്ട് അലോയ് വീൽസ് ലഭിക്കുന്നുണ്ട്. ഫ്രണ്ട് 12 ഇഞ്ച് ആണ് നമ്മുടെ വണ്ടിയുടെ ടയർ സൈസ് വരുന്നത്. പിന്നെ വീൽ ബേസ് വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു 1280 ആണ്. 145 mm ആണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. 780 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഒരുപാട് ആളുകൾക്ക് നല്ലപോലെ ഇഷ്ടം വരുന്ന ഒരു ഡിസൈനാണ് ഇത് വരുന്നത്. ഈ വാഹനത്തിന് നമുക്ക് സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി അവൈലബിൾ ആണ്. മൊബൈൽ ആപ്ലിക്കേഷനായിട്ട് കണക്ട് ചെയ്താൽ കോൾ, SMS, ബ്ലൂടൂത്ത്, അതുകൂടാതെ നമ്മുടെ മൊബൈലിൻ്റെ റേഞ്ച് കാര്യങ്ങളെല്ലാം തന്നെ വണ്ടിയിൽ ലഭിക്കുന്നതാണ്. അണ്ടർ സീറ്റ് സ്റ്റോറേജിനെ കുറിച്ച് പറയാൻ നല്ലപോലെ ഒരു സ്റ്റോറേജ് വരുന്നത് 22 ലിറ്ററാണ് വാഹനത്തിന് അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നത്. ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി 5 ലിറ്ററാണ്. മാറ്റ് ബ്ലാക്ക് കളറിലുള്ള ഗ്രാബ് റെയിൽ നമുക്ക് വണ്ടിയിൽ അവൈലബിൾ ആണ്. വാഹനത്തിൻ്റെ എഞ്ചിൻ വരുന്നത് 125 cc ഹൈബ്രിഡ് ടെക്നോളജി യൂസ് ചെയ്തുള്ള എഞ്ചിനാണ്. മാക്സിമം പവർ വരുന്നത് 8.2 bhp ആണ്. 10.3 Nm ആണ് മാക്സിമം ടോർക്ക് വരുന്നത്. വാഹനത്തിന് കിക്കർ അവൈലബിൾ ആണ്. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ ടേൺ ഓഫ് ഫീച്ചർ അവൈലബിൾ ആണ്. അതുകൂടാതെ മെയിൻ സ്റ്റാൻഡും കമ്പനിയിൽ ലഭിക്കുന്നുണ്ട്. ബാക്ക് സൈഡ് ടൈലൈറ്റ്സ് എല്ലാം തന്നെയും LED അല്ല, ഈ പ്രാവശ്യം ഹാലജനാണ് പുതിയ മോഡലെല്ലാം തന്നെ വരുന്നത്. ബാക്ക് സൈഡ് ടയർ 10 ഇഞ്ച് ടയറേ അവൈലബിൾ ഉള്ളൂ. അതുകൂടാതെ അലോയ് വീൽസും UBS ബ്രേക്കിംഗ് സപ്പോർട്ട് നമുക്ക് റിയർ സൈഡിലും അവൈലബിൾ ആണ്. ഈ വാഹനത്തിൻ്റെ വില വരുന്നത് ഏകദേശം ഒരു 1,16, 1,17 റേഞ്ചിലാണ്. നമുക്ക് മൈലേജ് ഒരു മൈലേജ് നമുക്ക് വണ്ടി തരും. ഒരു 65-70 ഒരു അടിപൊളി മൈലേജ് ഫസീനോയിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു ഫാമിലിക്ക് ഇഷ്ടപ്പെട്ട് നല്ലപോലെ യൂസ് ചെയ്ത് കൊണ്ടു കൊടുക്കാവുന്ന ഫസീനോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ ഡ്യൂറബിലിറ്റിയും അതുപോലെ തന്നെ പാർട്സിൻ്റെ ലൈഫുമാണ്. നമുക്കിനി 3ാം സ്ഥാനത്ത് വരുന്ന ഈ ടെക്നോളജി സെഗ്മെൻറ്റിൽ 3ാം സ്ഥാനം കീപ്പ് ചെയ്യുന്ന വാഹനം ഏതാണെന്ന് നമുക്ക് നോക്കാം. ഈ വാഹനവും നമ്മളിപ്പോൾ ഫസീനോ കണ്ട പോലെ തന്നെ യമഹ ബ്രാൻഡിൽ നിന്ന് തന്നെയുള്ളതാണ്. യമഹയുടെ റേ ZR ഹൈബ്രിഡ് മോഡലാണ് 3ാം സ്ഥാനത്ത് വരുന്നത്. ഈ വാഹനം വളരെയധികം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വാഹനമാണ്.
അതുകൂടാതെ ആളുകൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഈ വാഹനത്തിൻ്റെ ഈ ഒരു ഡിസൈൻ തന്നെയാണ്. അതായത് മോട്ടോർ സൈക്കിളും അല്ല സ്കൂട്ടറല്ല, അങ്ങനെ ഒരു കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ യമഹ റേസർ വരുന്നത്. വാഹനത്തിൻ്റെ ഫ്രണ്ട് ഹാൻഡിൽ കവർ തന്നെ നമുക്ക് ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ്സ് അവൈലബിൾ ആണ്. വൈ ഷേപ്പിലുള്ള ഹൈബ്രിഡ് ടെക്നോളജി അതുപോലെ തന്നെ സ്മാർട്ട് കണക്ട് എല്ലാം തന്നെ വണ്ടിയിൽ അവൈലബിൾ ആണ്. വണ്ടിയുടെ ഹെഡ് ലൈറ്റ്സ് വരുന്നത് HID ഹെഡ് ലൈറ്റ്സ് ആണ് വണ്ടിയിൽ വരുന്നത്. ഫ്രണ്ട് മഡ് ഗാർഡ് മെറ്റലാണ് വരുന്നത്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ അവൈലബിൾ ആണ്. ഫ്രണ്ട് 12 ഇഞ്ച് അലോയ് വീൽസ് അവൈലബിൾ ആണ്. ഡിസ്ക് ബ്രേക്സ് അവൈലബിൾ ആണ്. കൂടാതെ ട്യൂബ്ലെസ് ടയേഴ്സ് നമുക്ക് വണ്ടിയിൽ ലഭിക്കുന്നുണ്ട്. സെയിം ടു സെയിം ഫസീനോടെ പോലെ തന്നെ 1280 തന്നെയാണ് വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത്. 145 mm ആണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ആകെ 99 കിലോ മാത്രമേ വണ്ടിയിൽ വെയിറ്റ് വരുന്നുള്ളൂ. സീറ്റ് ഹൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടിക്ക് സെയിം ടു സെയിം 780 mm ആണ് വാഹനത്തിന് സീറ്റ് ഹൈറ്റ് വരുന്നത്. ഈ മോഡലിൽ നമുക്ക് ഫസീനോയിൽ ലഭിച്ച പോലെ തന്നെ ഒത്തിരി കണക്ടിവിറ്റി ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. വാഹനത്തിൻ്റെ ഈ ഫുള്ളി ഡിജിറ്റൽ മീറ്ററിൽ നമുക്ക് കോള്, SMS, ബാറ്ററി ചാർജ് എല്ലാം നോട്ടിഫിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ്. യമഹ കണക്റ്റായിട്ട് നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷനായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടാതെ ഏകദേശം 18ഓളം ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. വാഹനത്തിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നത് 22 ലിറ്റർ തന്നെയാണ്. ഫ്യൂൾ ടാങ്കും നമുക്ക് 5 ലിറ്റർ ഫ്യൂൾ ടാങ്ക് ലഭിക്കുന്നുണ്ട്. വാഹനത്തിൽ ടോട്ടൽ വെയിറ്റ് വരുന്നത് 99 കിലോ മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ ഫസീനോയിൽ സംസാരിച്ച പോലെ തന്നെ സെയിം ടു സെയിം എഞ്ചിനാണ് ഈ റേസർ വരുന്നത്. 125 cc ഹൈബ്രിഡ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള SMG എഞ്ചിൻ വരുന്ന ഹൈബ്രിഡ് എഞ്ചിനാണ് നമുക്ക് വണ്ടിയിൽ വരുന്നത്. 8.2 BHP ആണ് മാക്സിമം പവർ. 10.3 Nm ആണ് ടോപ്പ് ടോർക്ക് ലഭിക്കുന്നത്. 70-നും 72-നും നല്ലൊരു മൈലേജ് നമുക്ക് വണ്ടിയിൽ ലഭിക്കുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് അവൈലബിൾ ആണ്. അതുകൂടാതെ കിക്കർ അവൈലബിൾ ആണ്. മെയിൻ സ്റ്റാൻഡ് അവൈലബിൾ ആണ്. റിയർ സൈഡ് ടയർ 10 ഇഞ്ച് ട്യൂബ്ലെസ് ടയറാണ്. ഫ്രണ്ടിലെ പോലെ തന്നെ സെയിം ഡിസൈൻ ബാക്ക് സൈഡ് അലോയ് വീൽസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. UBS ബ്രേക്കിംഗ് സപ്പോർട്ട് അവൈലബിൾ ആണ്. 130 mm ഡിസ്ക് ബ്രേക്ക് ലഭിക്കുന്നുണ്ട്. ബാക്ക് സൈഡ് സ്പ്രിംഗ് ലോഡർ സസ്പെൻഷനാണ് നമുക്ക് വണ്ടിയിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ റേസർ മോഡലിൻ്റെ ഫുള്ളി ലോഡർ മോഡലിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഇതിന് ഏകദേശം ഓൺ റോഡ് 1,00,000-നും 1,20,000-നും ഇടയിലാണ് വണ്ടിയുടെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ വെച്ച് തന്നെ അത്യാവശ്യം നല്ലപോലെ എന്താ പറയുക കാണുമ്പോൾ നമുക്ക് നോട്ടീസ് ചെയ്യുന്നൊരു മോഡലാണ് റേസർ. അതുപോലെ തന്നെ നല്ല മൈലേജ് ഉണ്ട്. യമഹയുടെ ബ്രാൻഡിൻ്റെ സർവീസ് സപ്പോർട്ടും പാർട്സിൻ്റെ ഡ്യൂറബിലിറ്റിയും ഈ റേസർ നമുക്ക് നല്ലപോലെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. റീസെയിൽ വാല്യൂ നല്ലപോലെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി ഫൈനലിലേക്ക് കിടക്കാം. നമുക്ക് വാഹനത്തിൻ്റെ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം തന്നെ ഫീച്ചർ ലോഡറുള്ള വാഹനങ്ങളാണ്. അപ്പോൾ നമുക്ക് 2ാം സ്ഥാനത്ത് വരുന്നത് ഏത് വാഹനമാണെന്ന് ഒന്ന് നോക്കാം. 2ാം സ്ഥാനത്ത് വരുന്നത് TVSൻ്റെ ഒരു സ്കൂട്ടറാണ്. TVSൻ്റെ ജുപ്പിറ്റർ സെഗ്മെൻറ്റിലെ 125 cc സ്മാർട്ട് കണക്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫുള്ളി ലോഡർ വെഹിക്കിളാണ് നമ്മൾ ഈ വീഡിയോയിൽ 2ാം സ്ഥാനം കൊടുക്കുന്നത്. ജുപ്പിറ്റർ 125 നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. മാക്സിമം സ്റ്റോറേജ്, മാക്സിമം ഫ്യൂൽ എഫിഷ്യൻസി, മാക്സിമം മൈലേജ്, മാക്സിമം മെറ്റൽ. ഈ ഒരു ടാഗ് ലൈനാണ് അവർ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് തന്നെ. അതായത് വാഹനം ഏത് കാരണവശാലായാൽ പോലും ഫുള്ളി ലോഡർ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ എന്ന് പറയുമ്പോൾ ഹെഡ് ലൈറ്റ്സ് എല്ലാം തന്നെ HID ഹെഡ് ലൈറ്റ്സ് ആണ്. LED ലൈറ്റ്സ് ആണ് ലഭിക്കും. ഇൻഡിക്കേറ്റേഴ്സ്, ഹാലജൻ വരുന്നുണ്ട്. ഫ്രണ്ട് പോർഷൻസ് എല്ലാം തന്നെ ഫുൾ മെറ്റലാണ്. ഫ്രണ്ടിൽ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരുന്നുണ്ട്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ വരുന്നുണ്ട്. 12 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സ് അവൈലബിൾ ആണ്. ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 163 mm ആണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ടോട്ടൽ വെയിറ്റ് 108 കിലോയോളം ടോട്ടൽ വെയിറ്റ് വരുന്നുണ്ട്. വീൽ ബേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1168 വീൽ ബേസ് വരുന്നത്. ഈ വാഹനത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഈ സെഗ്മെൻറ്റ് തന്നെ ഏറ്റവും അധികം നമുക്ക് അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നതും ഫ്രണ്ട് ഫ്യൂൽ ഫില്ലിംഗ് വരുന്നൊരു വാഹനം ജുപ്പിറ്റർ 125 മാത്രമാണ്. ഇതിൻ്റെ സ്മാർട്ട് കണക്ട് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേയിൽ നമുക്ക് ഏകദേശം 78ഓളം ഫീച്ചേഴ്സ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൊബൈൽ ഫോണായിട്ട് കണക്ട് ചെയ്യുന്നതിന് നമുക്ക് വെതർ സപ്പോർട്ട്, അതുകൂടാതെ ക്രിക്കറ്റിൻ്റെ അപ്ഡേറ്റ്, ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻസിൻ്റെ ഫുഡ് ഡെലിവറി, സൊമാറ്റോ, അങ്ങനെ സകല പരിപാടികളും നമുക്ക് ഇതിൽ തന്നെ നമ്മുടെ മീറ്ററിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഏകദേശം 33 ലിറ്ററോളമാണ് സീറ്റിൻ്റെ താഴെയുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത്. വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് ഫില്ലിംഗ് എല്ലാം വരുന്നത് നമുക്ക് ഫ്യൂൽ അടിക്കുന്നത് വണ്ടിയുടെ ഫ്രണ്ട് സൈഡിൽ നിന്ന് തന്നെയാണ്. വാഹനത്തിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത് 125 cc എഞ്ചിനാണ്. വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് സസ്പെൻഷൻ വളരെ കംഫർട്ടബിളാണ്. നമുക്ക് ആവശ്യമുള്ള പോലെ നമുക്ക് കൈ വെച്ചിട്ട് വെറുതെ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കിക്കർ അവൈലബിൾ അല്ല നമുക്ക് ഈ വണ്ടിയിൽ, കിക്കർ വരുന്നില്ല. റിയർ സൈഡ് ടയർ 12 ഇഞ്ച് തന്നെയാണ് ബാക്ക് സൈഡ് ജുപ്പിറ്റർ 125 വരുന്നത്. ഈ സെഗ്മെൻറ്റിൽ 12 ഇഞ്ച് ബാക്ക് സൈഡ് ടയർ വരുന്ന ഏക വാഹനം ജുപ്പിറ്റർ 125 ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ എന്താ പറയുക ഫുള്ളി ലോഡഡ് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുന്നത്. ഏകദേശം 120-നും 130-നും ഇടയിലാണ് ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. നല്ലൊരു സീറ്റ് സ്റ്റോറേജ്, നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി, 55 കിലോമീറ്ററോളം നമുക്ക് മൈലേജ് കസ്റ്റമേഴ്സ് ഫീഡ്ബാക്ക് ലഭിക്കുന്നുണ്ട്. കാണാനും നല്ലൊരു അപ്പിയറൻസ് ലഭിക്കുന്ന ഈ വാഹനത്തിന് TVSൻ്റെ സർവീസ് ഓൾ ഓവർ കേരള അവൈലബിൾ ആണ്. അത് കൂടാതെ തന്നെ എന്താ പറയുക ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന എല്ലാ മോഡൽസിൽ ലഭിക്കുന്ന ഫുള്ളി ലോഡർ ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമുക്ക് ജുപ്പിറ്റർ 125-ലും കറൻ്റ്ലി ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫൈനലിസ്റ്റിനെ കുറിച്ച് അറിയാനാണ്. നമ്മുടെ ഈ വീഡിയോയിലെ 1ാം സ്ഥാനം ലഭിക്കാൻ പോകുന്ന വാഹനം ഏതാണ് നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അത് ഞാനത് റിവീൽ ചെയ്യാൻ പോകണം. നമ്മൾ ഈ വീഡിയോയിൽ 1ാം സ്ഥാനം കൊടുക്കുന്നത് TVS എൻടോർക്കിൻ്റെ എക്സ്ട്രാ ടെക്നോളജി ലോഡ് ചെയ്തിട്ടുള്ള TVS എൻടോർക്ക് XT മോഡലാണ്. ഈ വാഹനത്തിന് ഏകദേശം 137ഓളം ഓൺ റോഡ് കോസ്റ്റ് വരുന്നുണ്ട്. എൻടോർക്ക് XT എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻടോർക്ക് 125 വളരെ ഫേമസ് ആണ്. അതിൻ്റെ പവറും അപ്പിയറൻസും
അതുകൂടാതെ തന്നെ ഡ്രൈവിംഗ് കംഫോർട്ട് കൊണ്ട് തന്നെ എൻടോർക്ക് സീരീസിലുള്ള എല്ലാ വാഹനവും നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെടാണ്. XT എന്ന് പറയുമ്പോൾ കുറച്ചധികം ടെക്നോളജിക്കലായിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മുടെ കമ്പനി ഇതിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. വാഹനത്തിന് ഫ്രണ്ട് സൈഡ് ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ്സ് അവൈലബിൾ ആണ്, LED ഹെഡ്ലൈറ്റ്സ് അവൈലബിൾ ആണ്, ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു വാഹനത്തിന് മാത്രമേ ഇത്തരത്തിലുള്ള ലൈറ്റ് സ്പോക്സ് ഉള്ള അലോയ് വീൽസ് വരുന്നുണ്ട്. ഫ്രണ്ട് 12 ഇഞ്ച് ട്യൂബ്ലെസ് ടയർസ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്സ് നമുക്ക് കമ്പനി ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാഹനത്തിൻ്റെ ടോട്ടൽ വീൽ ബേസ് വരുന്നത് 1280 ആണ്. 175 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. ഈ വാഹനത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഈ ഡിജിറ്റൽ മീറ്ററാണ്. ഡ്യുവൽ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ മീറ്ററിൽ നമുക്ക് 2 പോർഷൻസ് അവൈലബിൾ ആണ്. അതുകൂടാതെ 3 ഡ്രൈവ് മോഡ് അവൈലബിൾ ആണ്. നമ്മൾ മൊബൈൽ ഫോണായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോള്, SMS, മൊബൈലിൻ്റെ റേഞ്ച്, അതുകൂടാതെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം നോട്ടിഫിക്കേഷൻസ്, ഇ-കൊമേഴ്സ്, ഫുഡ് ഡെലിവറി, സകല പരിപാടികളിൽ കാണാം. അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നത് 22 ലിറ്ററാണ്. ഫ്യൂൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത് 5.5 ലിറ്ററാണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. 125cc എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ വരുന്ന ഈ വാഹനത്തിൻ്റെ മാക്സിമം പവർ വരുന്നത് ഏകദേശം 10 bhp ഈ വാഹനത്തിന് നമുക്ക് കിക്കർ ലഭിക്കുന്നില്ല, കിക്കർ അവൈലബിൾ അല്ല നമ്മുടെ ഈ വാഹനത്തിന്. റിയർ സൈഡ് എയർക്രാഫ്റ്റിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു റിയർ സൈഡ് ടെയിൽ ലൈറ്റ് ലഭിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് വീല് വരുന്നത് 10 ഇഞ്ച് ട്യൂബ്ലെസ് ടയറാണ്. ബാക്ക് സൈഡ് 130 mm ഡ്രം ബ്രേക്കും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്പെഷ്യലൈസ്ഡ് കളറും ഈ ഒരു ഡിസൈനും ഈ സ്പെഷ്യൽ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മീറ്ററുമാണ് എൻടോർക്ക് 125 XT തന്നെ എടുത്ത് പറയണം മോഡലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു 125 ആയിക്കോട്ടെ 110 സെഗ്മെൻറ്റ് ആയിക്കോട്ടെ, ഏറ്റവും അധികം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാഹനം എൻടോർക്ക് 125 XT തന്നെയാണ്. ഇപ്പോൾ നിരത്തിൽ, അതായത് റോഡിൽ, ഇന്ത്യയിൽ ഇത്രയധികം ഫീച്ചർ ലോഡായിട്ടുള്ള മറ്റൊരു വാഹനം തന്നെ നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾ 1ാം സ്ഥാനം കൊടുക്കുന്നത് എൻടോർക്ക് 125 XTക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.